നമസ്കാരം, ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. ജീവിത പങ്കാളികൾ തമ്മിൽ വേർപിരിയുമ്പോൾ നൽകുന്ന ജീവനാംശത്തിൽ സുപ്രധാന വിധിയുമായി ഡൽഹി ഹൈക്കോടതി രംഗത്ത്. സാമ്പത്തികമായി സ്വാതന്ത്ര്യം നേടിയ ജീവിത പങ്കാളിക്ക് ജീവനാംശത്തിന് അർഹതയില്ലെന്ന് ഹൈക്കോടതിയുടെ വിധി വന്നു. ഇന്ത്യൻ റെയിൽവേ സ്പേസ് ട്രാഫിക് സർവീസിൽ ഗ്രൂപ്പ് എ ഓഫീസറായ യുവതി നൽകിയ ഹർജി പരിഗണിക്കവേ ജസ്റ്റിസ് അനിൽ, ജസ്റ്റിസ് ഹരീഷ് വൈദ്യനാഥ് ശങ്കർ എന്നിവരടങ്ങുന്ന ഡിവിഷണൽ ബെഞ്ചിൻ്റെതായിരുന്നു നിരീക്ഷണം. സാമൂഹിക നീതി ഉറപ്പാക്കുന്നതിനാണ് ജീവനാംശം. സാമ്പത്തികമായി സ്വാതന്ത്ര്യം നേടിയ രണ്ട് വ്യക്തികളുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്തുന്നതിനോ തുല്യമാക്കുന്നതിനോ വേണ്ടിയുള്ളതല്ല എന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഹിന്ദു വിവാഹ നിയമത്തിലെ സെക്ഷൻ 25 കക്ഷികളുടെ വരുമാനശേഷി, സ്വത്ത്, പെരുമാറ്റം എന്നിവ കണക്കിലെടുത്ത് ജീവനാംശം നൽകാൻ കോടതിക്ക് വിവേചനാധികാരം നൽകുന്നുണ്ട്. എന്നാൽ ജീവിത പങ്കാളി സാമ്പത്തികമായി സ്വാതന്ത്ര്യം നേടിയ സാഹചര്യങ്ങളിൽ ഹിന്ദു വിവാഹ നിയമത്തിലെ 25 സെക്ഷൻ നടപ്പാക്കാൻ കഴിയില്ലെന്ന് ഹൈക്കോടതി ചൂണ്ടിക്കാട്ടി. വേർപിരിയലിനു ശേഷം അഭിഭാഷകനായ തന്റെ മുൻ ഭർത്താവിൽ നിന്ന് ജീവനാംശവും നഷ്ടപരിഹാരം തേടിയുള്ളതായിരുന്നു യുവതിയുടെ ഹർജി. 2010 വിവാഹിതയായ ദമ്പതിമാർ 3 വർഷം മാത്രമാണ് ഒന്നിച്ചു കഴിഞ്ഞത്. തുടർന്ന് 2023 ഓഗസ്റ്റിൽ ഇരുവർക്കും കുടുംബ കോടതി വിവാഹമോചനം നൽകുകയായിരുന്നു. ഭാര്യയിൽ നിന്ന് മാനസികവും ശാരീരികവുമായ പീഡനമേൽക്കേണ്ടി വന്നതായി അഭിഭാഷകനായ ഭർത്താവ് ആരോപിച്ചിരുന്നു. ആരോപണങ്ങളെല്ലാം നിഷേധിച്ച യുവതി ഭർത്താവിന്റെ ഭാഗത്തു നിന്ന് ക്രൂരമായ പെരുമാറ്റമുണ്ടായതായി ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇരുവർക്കും വിവാഹമോചനം നൽകിയ കുടുംബ കോടതി ഭാര്യ വിവാഹമോചനത്തിന് സമ്മതിച്ചതിന് 50 ലക്ഷം രൂപ ആവശ്യപ്പെട്ടതായും രേഖപ്പെടുത്തി. ഇത് സത്യവാങ്മൂലത്തിൽ യുവതി വെളിപ്പെടുത്തുകയും ക്രോസ് വിസ്താരത്തിനിടയിൽ ആവർത്തിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഡൽഹി ഹൈക്കോടതിയുടെ സുപ്രധാന നിരീക്ഷണമുണ്ടായത്. സ്ഥിരമായ ജീവനാംശം സാമൂഹിക നീതി ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. വിവാഹബന്ധം വേർപെടുത്തുമ്പോൾ സ്വന്തമായി ഉപജീവന മാർഗമില്ലാത്ത ഒരാൾ അഗതികരാകരുത് എന്ന് ഉറപ്പാക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളതാണ് എന്ന് ജീവനാംശം. അല്ലാതെ സമ്പന്നരാകാനോ വ്യക്തികളുടെ സാമ്പത്തിക നില തുല്യമാക്കാനോ ഉള്ളതല്ല. കേസിൽ ഹർജി നൽകിയ യുവതി സർക്കാർ ഉദ്യോഗസ്ഥയാണ്. അവർക്ക് സ്ഥിര വരുമാനമുണ്ട്, ആശ്രിതരെയുമല്ല. ജീവിക്കാൻ കഴിയാത്ത വിധം സാമ്പത്തിക പ്രശ്നമുള്ളതായോ അത്തരം സാഹചര്യമുള്ളതായോ ഉള്ള തെളിവുകളും ഹാജരാക്കിയില്ല, കോടതി കൂട്ടിച്ചേർത്തു. സമാനമായ വിധി മദ്രാസ് ഹൈക്കോടതിയിൽ നിന്ന് മുമ്പ് ഉണ്ടായിട്ടുണ്ട്. മികച്ച സാമ്പത്തിക സ്രോതസ്സുകൾ ആശ്രയമായിട്ടുള്ള ഭാര്യയ്ക്ക് വിവാഹമോചന കേസിന്റെ ഇടവേളയിൽ ഭർത്താവ് ഇടക്കാല ജീവനാംശം നൽകേണ്ട കാര്യമില്ല എന്നാണ് മദ്രാസ് ഹൈക്കോടതി മുമ്പ് നിരീക്ഷിച്ചത്. നല്ല ഇടി കാരണം ഞാൻ സ്റ്റോപ്പാക്കാം കേട്ടോ.